തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട വേണുവിന്റെ കുടുംബത്തെ ബിജെപിയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ സന്ദർശിക്കുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. DCC പ്രസിഡന്റ് അകത്തിരിക്കുവാണ്. ഹലോ, മലയല്ലേ വന്ന് എന്തോ ലൈറ്റ് മറയുന്നു. ഓ ശരി, ഒരു കസേര ചേട്ടാ ഫ്രണ്ട് മാറി ചേട്ടാ, അവിടെ ചേട്ടാ ലൈറ്റ് മറിയുന്നു ചേട്ടാ, അങ്ങനെ മാറിയുന്നു. ഇറങ്ങിയ മറിച്ചിനകത്ത് ചെയ്തേ പറ്റിയ പക്ഷെ രണ്ടാം തീയതി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 1.66 എന്ന് പറയുന്നത് കേൾക്കുന്ന 26.8 എന്നിട്ട് പോലും ആ മനുഷ്യനെ ഒരു ICUലോട്ട് മാറ്റിയില്ലെന്നുള്ളതാണ്. 24 മണിക്കൂർ ഒബ്സർവേഷൻ വെച്ചാൽ മനുഷ്യൻ്റെ മരിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ICUലോട്ട് കയറ്റുന്നത് ശ്വാസം മുട്ടൽ ഉണ്ടെന്ന് പറഞ്ഞത്. അത് എക്കോ എടുക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് ശ്വാസം മുട്ടലുണ്ടായത്. കാരണം നമ്മൾ എന്ത് ചെന്ന് പറഞ്ഞാൽ അവിടെ സിസ്റ്റർ നമുക്ക് ഭയങ്കര ദേഷ്യം. അതിൻ്റെ
ഭയങ്കര വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്താൽ ഡോക്ടർമാർ വരുമ്പം പറഞ്ഞാൽ മതി, ഡോക്ടറൊന്നും പറഞ്ഞാൽ മതി. നമുക്ക് ഡോക്ടറുടെ പേരോ നമ്പറോ ഒന്നും പറഞ്ഞു തരത്തത് പോലുമില്ല. ICUലൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു ബൈസ്റ്റാൻഡർ ആണെന്ന് വിളിച്ചപ്പോൾ ഞാൻ ചെന്നപ്പം പറഞ്ഞു നിങ്ങൾ മാത്രമുള്ള ആണുങ്ങളായിട്ട് വേണമെന്ന് പറഞ്ഞു. അതിന് ആദ്യം സിസ്റ്റർ വന്ന് പറഞ്ഞു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് പുറത്തെപ്പോഴും മരുന്ന് വാങ്ങണം, ഒരാൾ ഇവിടെയും കാണണമെന്ന് പറഞ്ഞു. തൊട്ട് പറയുന്ന ഡോക്ടർ വന്നിട്ട് പറയുന്നത് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ പുള്ളിന് നല്ല ക്രിട്ടിക്കലാണ്, ആണെങ്കിൽ വിളിക്കണേ വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വരണമെങ്കിൽ 4 മണിക്കൂറത്തെ യാത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് വരാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ എന്തിനും മരിച്ചു കാണിച്ചത്. കാരണം ഞാൻ അവരോടെല്ലാം ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കുന്നില്ല, വെന്റിലേറ്ററിലേക്ക് മാറ്റി കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം വരെ കാണിച്ചില്ല. ഏഴരയ്ക്ക് ഞാൻ ICUവിൽ കയറ്റിയിട്ട് അവസാനം ഞാൻ വാങ്ങാന്ന് പറഞ്ഞാൽ 12 മണിയാകാറായി. 12 മണി കഴിഞ്ഞു എന്ന് അറിയത്തില്ല. ആ സമയത്ത് മോർച്ചറി വഴി പുറത്തുനിന്ന് ഞാൻ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ഈ ICUവിൽ കയറ്റാൻ തൊട്ട് മുന്നേ വേറെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ അഭിഷേക് എന്ന് പറഞ്ഞ ഡോക്ടർ, ആ ഡോക്ടർ ആ സമയത്ത് കണ്ട പിന്നീട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നില എന്താണെന്ന് ഒന്നും പറയാൻ വന്നിട്ടില്ല ആ ഡോക്ടർ. എൻ്റെ അടുത്ത് പുള്ളിൻ്റെ നില ക്രിട്ടിക്കലാണെന്ന് പറയുന്നത് വേറൊരു ഡോക്ടറാണെന്ന് പറയുന്നത്. മരിച്ചെന്ന് ആരും പറഞ്ഞില്ല. ഇവിടെ 4 മണിക്കൂർ കഴിഞ്ഞ് ഇവിടുന്ന് യാത്ര ചെയ്തു വന്ന് അയൽപ്പക്കത്ത് ഷാനവാസം പറഞ്ഞു അവനെ അങ്ങോട്ട് അകത്തോട്ട് വിളിച്ചിട്ട് പറയുന്നു. വിളിച്ചപ്പോഴങ്ങോട്ട് ചെന്ന് അവനെ ചോദിച്ചു എങ്ങനെയുണ്ട് വീടുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് പുള്ളി മരിച്ചു എന്ന്. അയാളോട് മറ്റേ ഡോക്ടറായിരിക്കും ഡോക്ടർ. അന്നേരം വീണു അദ്ദേഹം എൻ്റെ പേര് ഞങ്ങളോട് പറയാൻ പറഞ്ഞു. അന്നേരം ഷാനവാസ് പറഞ്ഞു എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു കാര്യം ഡോക്ടർ ചെന്ന് ഇത്രയും ദിവസം അവരോട് ഒറ്റയ്ക്ക് നിന്ന് അവരോട് ചെന്ന് പറയാൻ ചോദിച്ചപ്പോൾ ഡോക്ടറിൻ്റെ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നേരിട്ട് എന്നോട് പറഞ്ഞില്ല. അത് മാത്രമല്ല, അദ്ദേഹം മരിച്ചു കിടന്നിട്ട് ഈ 2 മക്കൾ വന്നിട്ട് പോലും അവിടെ ഉള്ളവരെ കയറ്റി എന്ത് പറഞ്ഞിട്ട് പോലും കയറ്റി വിട്ടത് പോലുമില്ല മുകളിലോട്ട്. ഇതിന്റെ ഫയലിനകത്ത് അതിനകത്ത് സർട്ടിഫിക്കറ്റ് മാത്രമല്ല നമ്മൾ അഡ്മിറ്റ് ചെയ്തത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ആ പേപ്പർ കൊണ്ട് കൊടുത്തത്. അതായത് അഡ്മിറ്റ് ചെയ്തതും അവിടുന്ന് ഡേറ്റ് മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഇല്ല. മരണകാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് അതിനെ പോയി ഡോക്ടറോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അന്നേരം പറഞ്ഞത് ആ നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. പക്ഷേ ഈ ന്യൂസിലെങ്ങും ആ ഒരു വാർത്ത പറഞ്ഞു കേട്ടിട്ടില്ല. ഹാർട്ട് ഫെയിലിയർ എന്നൊക്കെ പറയുന്നതായിട്ട്. പിന്നെ അതേപോലെ കരളിൻ്റെ ഇത് മോശമാണ്. പക്ഷേ കരളിൻ്റെതായ ഒരു ക്രിയാറ്റിൻ കൂടുതലൊന്നുമില്ല. ക്രിയാറ്റിൻ 1.4 ആണെങ്കിൽ ഹസ്ബൻഡ് ക്രിയാറ്റിൻ 1.6 1.5 ആ ഒരു റേഞ്ചിൽ. അത്രയും ക്രിയാറ്റിനും കൂടുതലല്ലായിരുന്നു. ഇപ്പം പറയുന്നവർക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാമെങ്കിൽ ക്രിയാറ്റിൻ കൂടുതലാണ്. പക്ഷേ ഈ ക്രിയാറ്റിൻ കുറയ്ക്കാനുള്ള മരുന്നുണ്ടല്ലോ, അവർക്ക് അത് ചെയ്തിട്ട് വേണമെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാറുണ്ട്. എല്ലാ രീതിയിലും അവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചത്. ലൈറ്റ് മാറി ഇവിടെ വേണമെങ്കിൽ ഐസിലോട്ട് മാറ്റായിരുന്നു, അതും ചെയ്തിട്ടില്ലായിരുന്നു. 4 ദിവസം ചികിത്സ നമ്മൾ ഈ ഹോസ്പിറ്റലിന്റെ മരുന്ന് കൊടുക്കുക, ഇഞ്ചക്ഷൻ കൊടുക്കുക, പിന്നെ അതേപോലെ ടാബ്ലറ്റ്സ് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ഫുള്ള് നിത്യം കഴിക്കുന്ന അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. അതായത് ഈ അറ്റാക്കിന് വേണ്ടി ചെന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട വേണുവിന്റെ കുടുംബത്തെ BJP മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ ആശ്വസിപ്പിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്